കോഴിക്കോടിൻ്റെ മലമടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വർഗം. ഇതാണ് കക്കയം ഡാം. പ്രകൃതിയും കോടമഞ്ഞും ഒത്തുചേരുന്ന ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കക്കയം ഡാമിൻ്റെ പ്രധാന ആകർഷണം ചിൽഡ്രൻസ് പാർക്കും ഡാമിലൂടെയുള്ള ബോട്ടിങ്ങും ഉരക്കുഴി വെള്ളച്ചാട്ടവുമാണ്. കോഴിക്കോട് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ കക്കയത്തെത്തും. കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നോക്കൂ, കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു കുഞ്ഞരുവിയാണിത്. കുടുംബത്തോടൊപ്പം വരുന്നവർക്ക് ഒത്തിരി സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഊഞ്ഞാലുകളും മറ്റു കളിയുപകരണങ്ങളും ഈ യാത്രയെ അവർക്കും പ്രിയപ്പെട്ടതാക്കുന്നു. ഡാമിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റിയ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. കക്കയത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇവിടുത്തെ സ്പീഡ് ബോട്ടിംഗ് ആണ്. വിശാലമായ റിസർവോയറിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള നിബിഡ വനങ്ങളുടെ ഭംഗി അടുത്തറിയാം. ഭാഗ്യമുണ്ടെങ്കിൽ പല വന്യമൃഗങ്ങളെയും നമുക്ക് ജലാശയത്തിൻ്റെ തീരത്ത് കാണാൻ സാധിക്കും. അമ്പലപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചയും ഈ ബോട്ട് യാത്രയിൽ നമുക്ക് ആസ്വദിക്കാം. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമായ ഇതിന് ചുറ്റും മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ പച്ചപ്പും തണുപ്പും എപ്പോഴും ഉണ്ടാകും. ബാലുശ്ശേരി നിന്നും എസ്റ്റേറ്റ് മുക്ക് തലയാട് വഴി ഇവിടെ എത്താം. ഈ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 750 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലും കൂടാതെ ഡാമിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തും അങ്ങനെ 2 സ്ഥലങ്ങളിലായി എൻട്രി ഫീസ് നൽകേണ്ടതുണ്ട് ഇവിടെ പ്രവേശിക്കാൻ. ഇനി നമ്മൾ പോകുന്നത് കക്കയത്തെ ഏറ്റവും സാഹസികമായ ഇടത്തേക്കാണ്, ഉരക്കുഴി വെള്ളച്ചാട്ടം. പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം അതിശക്തമായി ഒലിച്ചുണ്ടാകുന്ന ചെറിയ കുഴികൾ കാണാൻ ഒരു ഉരൽ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഉരക്കുഴി എന്ന് പേര് വന്നത്. ഡാം സൈറ്റിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വനത്തിലൂടെ നടന്നു വേണം ഇവിടെ എത്താൻ. നടന്നു പോവാൻ പ്രയാസമുള്ളവർക്ക് വാഹന സൗകര്യം ഇവിടെ ലഭിക്കും. എന്നാൽ വനത്തിലൂടെ നടന്നു പോകുന്നത് പ്രത്യേക ഫീൽ തന്നെയാണ്. കാണാൻ സുന്ദരമാണെങ്കിലും ഈ വെള്ളച്ചാട്ടം വളരെ അപകടകാരിയാണ്. ചെറിയ ഒരു കാൽവഴുതൽ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ വനം വകുപ്പിൻ്റെ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മാത്രമേ ഈ ഭംഗി ആസ്വദിക്കാൻ പാടുള്ളൂ. ഇവിടേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് തോണിക്കടവ്, കരിയാത്തംപാറ എന്നീ 2 പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ ആ 2 സ്ഥലങ്ങൾ കൂടി കാണാം. നിങ്ങൾ കക്കയം ഡാം സന്ദർശിക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.